ഹേലോ, എന്താണ് നമ്മൾ ഒരു പാർട്ട് 2 നിർത്തിയിട്ട് കുറേ ആയല്ലേ? സോറി കേട്ടോ, ഇച്ചിരി ബിസി ആയിപ്പോയേ. അപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഒരു ഗ്ലൂ ഗൺ ഇല്ലാതെ അതിൻ്റെ സ്റ്റിക്ക് വെച്ച് യൂസ് ചെയ്യുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാനും പറ്റത്തില്ല, നല്ല അത്ര ബോത്തും അല്ല അങ്ങനെ യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ ആറ്റുനോറ്റ് ഒരു ഗ്ലൂ ഗൺ അങ്ങ് മേടിച്ചു. ചേടാ, അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമുള്ള ഗ്ലൂ ഗണ്ണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ 2 സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 3ാമത്തെ സ്റ്റിക്ക് കയറ്റി. ഞാൻ അന്ന് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിരുന്നുള്ളൂ, പിന്നീട് ഞാൻ 2 ഫ്ലവർ ഉണ്ടാക്കി. അത് ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പം ചൂടാകാൻ വെച്ചേക്കാണ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇതിപ്പോൾ ഓൺ ചെയ്തതേ ഉള്ളൂ. ഉണ്ടോ? ഇത് ഈ സൈഡിൽ കാണുമ്പോൾ മനസ്സിലായി ഞാൻ ഒന്ന് യൂസ് ചെയ്തതാണ്. അതിൽ 2ാമത്തെ 3ാമത്തെ സ്റ്റിക്ക് കൊണ്ടാണ് ഈ ഫില്ല് ചെയ്തത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് 100 ആണ്. എനിക്കിത് 70 റുപ്പീസിന് തന്നെ ചേട്ടൻ തന്നു. ഇതിൻ്റെ വേറെ റേറ്റ് ഉള്ളതുകൊണ്ട് വലിയതുകൊണ്ട് ചെറുതുമുണ്ട്. അപ്പം ഉള്ളതിൽ ചെറുത് 100 റുപ്പീസിന് ഞാൻ എടുത്തതാണ്. അപ്പം ഞങ്ങൾ അത്യാവശ്യം നല്ല കമ്പനി ആയതുകൊണ്ട് ചേട്ടൻ എനിക്ക് ഇച്ചിരി കുറച്ച് റേറ്റ് 70 റുപ്പീസിന് എനിക്ക് തന്നു. ഈ ഗ്ലൂവിന് 10 or 15 കണ്ടാണ്. ടോട്ടൽ എനിക്ക് 100 റുപ്പീയിൽ ഒതുങ്ങി. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നെക്സ്റ്റ് ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ സെക്കൻഡ് ഉണ്ടാക്കിയ ഫ്ലവർ ഇതാണ്. ഇത് കുറച്ചും കൂടെ ഒത്തു എന്നോട് എല്ലാവരും പറഞ്ഞു, കാണിച്ചവരോടൊക്കെ പറഞ്ഞു. കണ്ടോ, ഇത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഒത്തു. ഇത് ഞാൻ ഗ്ലൂ ഗൺ മേടിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഗ്ലൂ ഗൺ ഇല്ലാതെ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് മാത്രം യൂസ് ചെയ്തിട്ട് അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. പക്ഷേ ഗ്ലൂ ഗൺ യൂസ് ചെയ്തപ്പോഴത്തേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെയൊക്കെ പറ്റിയല്ലേ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മാല ഉണ്ടാക്കിയായിരുന്നു. ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കി. പക്ഷേ ഇത് ഇച്ചിരി പൊളിഞ്ഞു പോയി. പിന്നെ അതിൻ്റെ ബാക്കി മുറിഞ്ഞു പോയത്. പിന്നെ അങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അനീത്തിയുടെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കിയതായതുകൊണ്ട് അവരെല്ലാം പൊളിച്ചുണ്ട്. സത്യം പറയാം, എല്ലാം പൊളിച്ചുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗൺ പ്രത്യേകിച്ച് പറയും, ഇത് ഇങ്ങനെ നമ്മുടെ തോക്ക് പോലെ വിടുമ്പോഴത്തേക്കും ശരിക്കും വരേണ്ടതാണ്. അതെ കേട്ടോ, ഉള്ളിൽ നിന്ന് ഇത്തിരി ഉരുകി വരുന്ന നോക്ക്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനാണെങ്കിലും ഇത് ഭയങ്കര അടിപൊളി ബോത്താണ്. ഇതിൻ്റെ വലിയതിന് ആണെങ്കിൽ 200, 300, 400 എല്ലാം ആ റേറ്റിലാണ് വരുന്നത്. ചെറുത് ഞാൻ 100 ആണ് ശരിക്കും. എനിക്ക് 70 റുപ്പീസിന് കിട്ടി. ഇത് നമുക്കിങ്ങനെ വച്ചതാകുമ്പോഴത്തേക്കും അത് നമ്മൾ തീ കൊണ്ട് മെഴുകുതിരി കത്തിക്കുമായതുകൊണ്ട് അതിൻ്റെ ബ്ലാക്ക് കളർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര വൃത്തികേടായിരുന്നു കാണാൻ. അപ്പോൾ ഇതായതുകൊണ്ട് നമുക്ക് നല്ല കളറിന് കിട്ടുകയും ചെയ്യും, നല്ല ഭംഗിക്ക്. നമുക്കെല്ലാം ഇതിങ്ങനെ സ്റ്റിക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണത്തില്ലെന്ന് എനിക്കറിയാം, കാണിച്ചു തരാം. ഇത്തിരി സൂണ്ടാക്കി വെച്ചേക്കുന്നത്. എൻ്റെ ക്യാമറ അത്ര ക്ലാരിറ്റി അല്ല, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരു ഭംഗിയില്ലാണ്ട് കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാണിച്ചു തരാം ലാസ്റ്റ് മൊമെൻറ്റ്. ഇപ്പം നമ്മളെല്ലാം ഈ ഒരു 20 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതും 20 വെച്ചിട്ടാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ തരിക കേട്ടോ. 1 2 3 4 5 6 7 8 9 10 12 ആയിട്ടുള്ളൂ എന്തോ. ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ലെങ്ത്തിനുള്ള ഒരു റിബൺ എടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ കാണിച്ചു തന്നിരുന്നു ഫസ്റ്റ് പാർട്ടിലൊക്കെ. അപ്പം ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കുറച്ച് ഗ്ലൂ ഗൺ. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ഗ്ലൂ ഗൺ തന്നെയാണ്. ഫെവിക്വിക്ക് ഒട്ടിച്ചാൽ ആകെ നമ്മൾ ഒട്ടിക്കുന്ന സ്ഥലത്തും കൂടി ഗ്ലൂ ആയിട്ട് ആകെ കുളമായിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു എൻഡ് എടുത്ത് ഒരു കോൺ ഷേപ്പിലാക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ചെറിയൊരു ചൂടുണ്ടാവും, ബട്ട് കൈയൊന്നും പൊള്ളത്തില്ല. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ വരണം, ഒരു മേൽക്കൂര പോലെയൊക്കെ വരണം. ഇങ്ങനെ പരത്തി കൊടുക്കുക. എൻ്റെ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് അത്ര വ്യക്തമായിട്ട് ഞാൻ ചെയ്യാത്തത്. അപ്പം ഇത് ഈ ഒരു രീതി വരണം. ഇതുപോലെ ഇങ്ങനെ ഒരു ഞൊടി പോലെ. അത് കഴിഞ്ഞിട്ട് ഗ്ലൂ ഗൺ ഈ എൻഡിൽ ഇങ്ങനെ ഇച്ചിരി തേച്ച് കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഗണ്ണി ഡയറക്റ്റ് കൊണ്ട് കൈ പിടിക്കരുത്, ഉറപ്പായിട്ടും പൊള്ളും. ഇങ്ങനെ നിവർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുമോ, ഇങ്ങനെ കൊണ്ട് ഒട്ടിക്കുക.
ഇപ്പം ഈ ഒരു ഷേപ്പിലായി. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു സൈഡിലും കൂടി ഇച്ചിരി ഗ്ലൂ ഇങ്ങനെ പരട്ടിയിട്ട് ഞാൻ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് പൊള്ളി. ബട്ട് നോ, അത്രയ്ക്ക് ഫോഴ്സിലൊന്നും പൊള്ളത്തില്ല. ഇതിങ്ങനെ ഇവിടെ കൊണ്ടും ഇങ്ങനെ മുട്ടിക്കാം. കണ്ടോ, ഭയങ്കര സിമ്പിളാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നെക്സ്റ്റ് ചെയ്തെടുത്ത മാല അത്രയും ഉണ്ട്. അപ്പം ഈ മാല ഇട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വേറെ ഒന്നും ചെയ്തെടുക്കുക. അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ തേക്കുക. അതിൻ്റെ മുകളിൽ ഈ ഒരു രീതി വരുന്ന രീതിക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് ലെങ്ത് ആയിരിക്കണേ. അപ്പം ഇങ്ങനെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് ഈ ഒരു രീതി വരണം. ഇതുപോലെ ഇങ്ങനെ ഒരു ഞൊടി പോലെ. അത് കഴിഞ്ഞിട്ട് ഗ്ലൂ ഗൺ ഈ എൻഡിൽ ഇങ്ങനെ ഇച്ചിരി തേച്ച് കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഗണ്ണി ഡയറക്റ്റ് കൊണ്ട് കൈ പിടിക്കരുത്, ഉറപ്പായിട്ടും പൊള്ളും. ഇങ്ങനെ നിവർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുമോ, ഇങ്ങനെ കൊണ്ട് ഒട്ടിക്കുക. ഇപ്പം ഈ ഒരു ഷേപ്പിലായി. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു സൈഡിലും കൂടി ഇച്ചിരി ഗ്ലൂ ഇങ്ങനെ പരട്ടിയിട്ട് ഞാൻ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് പൊള്ളി. ബട്ട് നോ, അത്രയ്ക്ക് ഫോഴ്സിലൊന്നും പൊള്ളത്തില്ല. ഇതിങ്ങനെ ഇവിടെ കൊണ്ടും ഇങ്ങനെ മുട്ടിക്കാം. കണ്ടോ, ഭയങ്കര സിമ്പിളാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നെക്സ്റ്റ് ചെയ്തെടുത്ത മാല അത്രയും ഉണ്ട്. അപ്പം ഈ മാല ഇട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വേറെ ഒന്നും ചെയ്തെടുക്കുക. അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ തേക്കുക. അതിൻ്റെ മുകളിൽ ഈ ഒരു രീതി വരുന്ന രീതിക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് ലെങ്ത് ആയിരിക്കണേ. അപ്പം ഇങ്ങനെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ആയില്ലേ? എല്ലാവരും ക്ലിയർ ആയെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാവേ. നിങ്ങൾക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ടും ഞാനത് അങ്ങനെ തന്നെ ചെയ്യുന്നതും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഏറി വെച്ച് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല പിൻട്രസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ലുക്കിലൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിനൊക്കെ റൂം മേക്ക് ഓവർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം എൻ്റെ റൂമിൽ നിന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്കിൽ കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നൊരു പ്ലേസിൽ വെച്ചാണ് ചെയ്തത്. ഹാളിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഇത് കിട്ടില്ല. ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാം. ഓഫ്ലൈൻ ലേഡീസ് അല്ല, സൂപ്പർ മാർക്കറ്റിലല്ല കേട്ടോ, ലേഡീസ് സ്റ്റോറിലൊക്കെ ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ ഈ ബൾബൊക്കെ മേടിക്കുന്ന കടയിൽ അവിടെ ഗ്ലൂ ഗണ്ണ് കിട്ടുന്ന സ്ഥലം, പക്ഷേ ഗ്ലൂ സ്റ്റിക്ക് കിട്ടും. എനിക്കറിയാം. ഓക്കെ, നമ്മുടെ 20 പീസ് ഓഫ് ലെങ്ത്തുള്ള 20 പീസ് ആഡ് ചെയ്തിട്ടുള്ളൊരു മാല റെഡിയായി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഒട്ടിക്കാം. ഇത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരാമേ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുകൊണ്ട് പേപ്പർ സ്ട്രോ ആണ്. ശരിക്കും പറഞ്ഞാൽ പേപ്പർ സ്ട്രോ അല്ല വേണ്ടത്, ഒരു വുഡൻ സ്റ്റിക്കൊക്കെയാണ് വേണ്ടത്. അപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ പേപ്പർ സ്ട്രോ ആയിട്ട് എടുക്കുന്നത്. നമുക്കിതിൻ്റെ ഈ സൈഡായിട്ട് കുറച്ച് ഗ്ലൂ ആഡ് ചെയ്ത് വെക്കാം. അയ്യോ, ഏതാ പോയി. ഇതവിടെ ഈ ഗണ്ണല്ലല്ലോ, ഈ പേപ്പർ സ്ട്രോ ഇങ്ങനെ വെച്ച് ഫിക്സ് ചെയ്തെടുക്കാം. ഇത് ഇതിലൂടെ ഇങ്ങനെ ഗ്ലൂ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഈ എൻഡിലൂടെ ഇങ്ങനെ ഗ്ലൂ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിങ്ങനെ റോൾ ചെയ്യുക. അങ്ങനെ നമ്മൾ അത് ചെയ്തെടുത്തു. ഇതാണ് ആ ഫ്ലവർ കണ്ടോ. പക്ഷേ എനിക്ക് സെക്കൻഡ് ഫ്ലവറാണ് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ അത്രയും എങ്ങനെ നോക്കിയിട്ടൊന്നും വരുന്നില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും ഏകദേശം ഒത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് ഇത്രയാണ് ഉണ്ടാക്കിയെടുത്തത്. വളരെ കുറവാണ് തോന്നുന്നു, പക്ഷേ ആ ബോക്സ് കാലിയായി. തേർഡ് വൺ